പൂർണ്ണാർത്ഥത്തിൽ ഇഹ്സാനോടുകൂടെ കരഗതമാക്കാൻ അസ്ലം എൻ്റെ സുഹൃത്താണ്. കൂടാതെ ഞാൻ പഠിച്ച കോളേജിലെ എൻ്റെ അനിയനും. ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്ന ജൈനുദ്ദീൻ മൗലവി ഇവിടെ സന്നിഹിതനാണ്. ഒരുപാട് കുറേ ആളുകളെ പരിചയമുണ്ട്, കുറേ ആളുകളെ പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. എന്തായാലും അനുഗ്രഹീതമായ ഒരു സദസ്സാണ്. എന്തുകൊണ്ട് അനുഗ്രഹീതമാകുന്നു എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ അതിഥികൾ എന്ന് വിളിക്കുന്ന വിഭാഗമാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തില് ഹിജാസ് ഭൂമി, ആ ഹിജാസ് ഭൂമിയിലേക്ക് യാത്ര ചെയ്തു. ഇന്ന് ഹിജാസ് എന്ന് വിളിക്കാറില്ല, ഇന്ന് മക്കയാണ്, മദീനയാണ്, സൗദി അറേബ്യയാണ്, അങ്ങനെയൊക്കെയാണ്. ഹിജാസ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു പിന്നെ വൈകാരിക ബന്ധം ഒരു പക്ഷേ പുതിയ പേരുകൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. നബവിയെ ചോദിക്കുന്നത് അള്ളാഹുവിൻ്റെ അതിഥികളാവുക എന്ന് പറയുന്ന അപൂർവമായ ഭാഗ്യത്തിന് അർഹരായിട്ടുള്ളവരാണ്. അള്ളാഹുവിൻ്റെ അതിഥികൾ നമ്മൾ ആവുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മൾ ആരെങ്കിലും ഒരു കാര്യത്തിന് ക്ഷണിച്ചിട്ട് ആ ക്ഷണത്തിന് ഉത്തരം പറയുമ്പോഴാണ് നമ്മൾ അവിടെ അതിഥികളായി മാറുന്നത്. 4000-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിലെ ഒന്നാമത്തെ ദൈവിക ഭവനത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ട്, അത് നിർമ്മാണം നടത്തിയവരാരാണെന്ന് നിങ്ങൾക്കറിയാം. ഒരു വാപ്പയും മകനുമാണ്. വാപ്പയും മകനും കൂടി അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയതിന് ശേഷം അള്ളാഹു വാപ്പയോട് പറയുന്നുണ്ട്, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഇനി നീ നിർമ്മാണം പൂർത്തിയായ ആ ഭവനത്തിലേക്ക് ലോകത്തിലെ മനുഷ്യരെ ക്ഷണിക്കുക. അങ്ങനെ അദ്ദേഹം അതിനടുത്തുള്ള ഒരു കുന്നിന് മുകളിൽ നിന്ന് ക്ഷണിക്കുന്നതിന് മുമ്പ് ഒരു സംശയം അള്ളാഹുവിനോട് ചോദിക്കുന്നു. പഠിച്ചോണ്ട്, ഞാൻ ഈ വിജനമായ സ്ഥലത്ത് നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആരപ്പത് കേൾക്കുക? ഇന്നത്തെ പോലെ വിവര സാങ്കേതിക വിദ്യ ഇത്രയൊന്നും വിപുലമാകാത്ത ഒരു കാലഘട്ടത്തിൽ ഞാൻ എങ്ങനെയാണ് ഇത് ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പറഞ്ഞ മറുപടി, വിളിക്കലാണ് നിന്റെ ഉത്തരവാദിത്തം, എത്തിക്കൽ എൻ്റെ ഉത്തരവാദിത്തമാണ്. ലോകത്ത് എൻ്റെ ഓർമ്മയിൽ 2 യോഗങ്ങളാണ് പ്രത്യേകമായ അഡ്വർടൈസ്മെന്റ് ഇല്ലാതെ, പ്രത്യേകമായ ആഹ്വാനങ്ങൾ മനുഷ്യരുടെ ഭാഗത്തു നിന്നില്ലാതെ വളരെ വ്യവസ്ഥാപിതമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതിലൊന്ന് ഓരോ ആഴ്ചയിലും വെള്ളിയാഴ്ചയിലെ നമ്മുടെ ജുമഅയാണ്. അതാരും നോട്ടീസ് എടുത്തിട്ടില്ലല്ലോ, അത് നമ്മളങ്ങോട്ട് ചെല്ലുകയാണ്. എന്നോ നടന്ന ഒരു ആഹ്വാനത്തിന്റെ പേര്. വിശുദ്ധ ഖുർആനിലെ സൂറ ജുമഅയിലെ ഒരു അവസാനത്തെ പാരഗ്രാഫിലെ ഒരു ആഹ്വാനത്തിന്റെ പേര് നമ്മൾ വളരെ അത്രയും അച്ചടക്കത്തോടു കൂടി നമ്മൾ വേറെ ഏതെങ്കിലും സദസ്സ് വിളിക്കുമെന്ന് അറിയില്ല. രണ്ടാമത്തേത് ആയുസ്സിലൊരിക്കൽ നാം നിർവഹിക്കുന്ന ഹജ്ജാണ്. അതുപോലെ ഇടക്കതിന്റെ പരിശീലനം എന്നോണോ നിർബന്ധ സ്വഭാവത്തിലോ നാം നിർവഹിക്കുന്ന ഉംറയാണ്. ഇത് രണ്ടും അള്ളാഹുവിന്റെ ആഹ്വാനത്തിന് നമ്മൾ നൽകുന്ന മറുപടിയാണ്. വിളിച്ചത് അള്ളാഹുവാണ്, നമ്മുടെ ആതിഥേയൻ അള്ളാഹുവാണ്, നമ്മൾ അവന്റെ അതിഥികളായിട്ട് പോവുകയാണ്. ഭയങ്കര വൈകാരിക ടച്ചുള്ള ഒരു സംഗതിയാണ്, ഈ യാത്രയാണ്. ജീവിതത്തിൽ ധാരാളം യാത്രകൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടാവും. ആ യാത്രകളിൽ നിന്ന് ഈ യാത്ര വ്യത്യസ്തമാകുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഈ യാത്ര നിങ്ങൾ ലോകത്തിലെ അത്ഭുതകരമായ എന്തെങ്കിലും കാണാൻ വേണ്ടിയിട്ടല്ല പോണത്. ഈ യാത്ര നിങ്ങൾ ആരെയെങ്കിലും പരിചയപ്പെടാൻ വേണ്ടിയിട്ടല്ല പോകുന്നത്. ഈ യാത്ര നിങ്ങളുടെ ജീവിതത്തിലെ ഭൗതികമായ എന്തെങ്കിലും താല്പര്യങ്ങൾക്കോ ലക്ഷ്യങ്ങൾക്കോ വേണ്ടിയിട്ടല്ല നിങ്ങൾ ചെയ്യുന്നത്. മറിച്ച് നമ്മുടെ മുമ്പിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല. പടച്ച തമ്പുരാൻ, അവന്റെ വജ്ഹ്, അവന്റെ റിള, അതല്ലാതെ മറ്റൊന്നും നമ്മുടെ മുമ്പിലില്ല. രണ്ടാമത്തേത്, നമ്മൾ മുസ്ലിങ്ങൾ എന്ന നിലയ്ക്ക് വളരെ ചെറുപ്പം മുതൽ തന്നെ പഠിച്ച് വായിച്ച് ശീലിച്ച കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ നിങ്ങൾ കൺമുമ്പിൽ കാണാൻ വേണ്ടി പോവുകയാണ്. ഇതിന്റെ ഒരു ജിജ്ഞാസ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. നമ്മൾ കേട്ട, നമ്മൾ അറിഞ്ഞ
കാര്യങ്ങളെ നമ്മൾ കൺമുമ്പിൽ കാണാൻ വേണ്ടി പോവുകയാണ്. അത് ഭയങ്കര വൈകാരികമാണ്. ഈ ഒരു വൈകാരികതയെ അങ്ങനെ മനസ്സുകൊണ്ട് നമുക്ക് സ്വാംശീകരിക്കാൻ കഴിയണമെങ്കിൽ, ഒപ്പിയെടുക്കാൻ കഴിയണമെങ്കിൽ, ഒന്നാമതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ബാക്കിയുള്ള ചിന്തകളെയും ബാക്കിയുള്ള ആലോചനകളെയൊക്കെ അല്പം നമ്മൾ വേണ്ടത് വെക്കണം. ഹജ്ജായാലും ഉംറയായാലും അതിൽ ഒന്നാമത്തെ ഫർള് എന്താണെന്ന് അറിയാലോ. ഒന്നാമത്തേത് ഇഹ്റാമാണ്. ഇഹ്റാം എന്ന വാക്കിന് ശരിക്കും അർത്ഥം ഹറാമാക്കുക എന്നാണ്. എന്നാൽ മറ്റുള്ളതൊക്കെ നമ്മൾ വെടിയുക എന്നതാണ്. നമസ്കാരത്തിൽ കൈ ഇങ്ങനെ ആക്കുമ്പോൾ എല്ലാം എൻ്റെ പിറകിലാണെന്ന് അർത്ഥം. ഹജ്ജിനും ഉംറയ്ക്കും നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ എൻ്റെ ദൈനംദിന ഏർപ്പാടുകളെ, എൻ്റെ മറ്റെല്ലാ കാര്യങ്ങളെയും ഞാൻ പിറകോട്ട് വിട്ടുകൊണ്ട്, റബ്ബേ ഇനി എൻ്റെ മുമ്പിൽ നീ മാത്രമേ ഉള്ളൂ. അങ്ങനെ യാത്ര പുറപ്പെടുന്ന ആളുകളെ വിളിച്ചിട്ട് ഖുർആൻ ഒരു ചോദ്യം ചോദിക്കുന്നു. പിന്നെ സ്വാഭാവികമായിട്ട് നമ്മളൊരു യാത്ര പോകുമ്പോൾ ആ യാത്രക്ക് വേണ്ടി ഒരുക്കുന്ന ലഗേജിനാണ് അറബിയിൽ സാദി എന്ന് പറയും. പാഥേയം എന്ന് മലയാളത്തിൽ പറയും. ആ പാഥേയത്തിൽ നിങ്ങൾ എന്താണ് എടുത്തിട്ടുള്ളത്? നിങ്ങൾക്കിപ്പോൾ അസ്ലം ഒരു ലിസ്റ്റ് തരുന്നു, എന്നെ കാണിച്ചു തരുന്നു. ആ ലിസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും തരും. കുറച്ചുകൂടി ശ്രദ്ധിച്ച് വായിച്ചാലേ അത് മനസ്സിലാവുകയുള്ളൂ, അല്ലെങ്കിൽ ഇതാവുകയുള്ളൂ. അതിൽ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അത് ഓട്ടോമാറ്റിക്കൽ നിങ്ങൾ ചെയ്യുന്നതാണ്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ആ ഖുർആൻ പറയുന്നത്, നിങ്ങൾ ഒരുക്കേണ്ട പാതയങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളത് തഖ്വയാണ്. പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഏത് പ്രതികൂല സാഹചര്യത്തിലും പാലിക്കാനുള്ള നമ്മുടെ ജാഗ്രതയ്ക്കാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറയുന്നത്. ആ തഖ്വയുടെ ലഗേജുമായിട്ട് നിങ്ങൾ യാത്രയാവുക. ഞാൻ എല്ലാം വിശദീകരിക്കില്ല, ഇവിടെ കൃത്യമായ വിശദീകരണം വരും. അധികം ദീർഘിപ്പിക്കാനും ആഗ്രഹിച്ചിട്ടില്ല. ഈ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാർ അവരുടെ വസ്ത്രങ്ങൾ മാറിയിട്ട് 2 വസ്ത്രങ്ങൾ ധരിക്കും, അല്ലെ? എന്തിനാണ് അത് എന്ന ചോദ്യത്തിന് സിമ്പിളായിട്ടുള്ള മറുപടി, നിങ്ങൾ പോകുന്നത് ലോകത്തിലെ ഏതെങ്കിലും ഒരു ഭരണാധികാരിയുടെ അടുക്കലേക്കല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി എന്താ ചെയ്യുക? കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ധരിച്ചിട്ട് നമ്മൾ പോകുക, അല്ലെ? കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള പല മുസ്ലിങ്ങൾ തന്നെ, അല്ലെങ്കിൽ പല പ്രവർത്തകർ തന്നെ ഗൾഫിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു സ്റ്റേജിൽ കയറണമെങ്കിൽ അവർക്ക് കോട്ടിടാതെ കയറാൻ പറ്റില്ലെന്നാണ് പറയാം. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അങ്ങോട്ട് പോകുമ്പോൾ ഇന്നതെല്ലാം അയച്ചു വെച്ച് പരമദരിദ്രന്റെ വസ്ത്രം ധരിച്ച് കയറുകയാണ്. കാരണം അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളെല്ലാവരും ഒരുപോലെയാണ്, തുല്യരാണ് എന്ന തോന്നലാണ്. ഇത് ഒരു പ്രതീകാത്മകമായിട്ടുള്ള വസ്ത്രധാരണമാണ്. അതിലൂടെ മനസ്സുകൂടി ആ അർത്ഥത്തിലേക്ക് മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങളുടേത് കേവലം വസ്ത്രം മാറലായിട്ട് അവശേഷിക്കും. എനിക്ക് ഓർമ്മ വരുന്നത് ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടം. അന്ന് തവാഫ് ചെയ്യുന്നതിന്റെ ഇടയിൽ അവിടുത്തെ ഒരു ഗോത്രത്തിലെ പ്രമുഖന്റെ രാജാവിന്റെ വസ്ത്രത്തിൽ സാധാരണക്കാരനായ ഒരു കറുത്ത വർഗക്കാരന്റെ കാല് ചവിട്ടിപ്പോയി. വസ്ത്രം അദ്ദേഹം എടുക്കുമ്പോൾ കിട്ടുന്നില്ല. അദ്ദേഹം തിരിഞ്ഞു നോക്കിയ ഉടനെ കണ്ടത് ഈ കാപ്പിരിയായ മനുഷ്യനെയാണ്. അവന്റെ കരണത്തിട്ട് ഒരടി കൊടുത്തു. ഉടനെ ആ മനുഷ്യൻ തിരക്കുകൾക്കിടയിൽ ഖലീഫയെ അന്വേഷിച്ച് വരുന്നുണ്ട്. എന്നിട്ട് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ വന്ന് പരാതി പറഞ്ഞു. ഉമറുൽ ഖത്താബ് ആരാണ് പ്രതി എന്ന് അന്വേഷിച്ചപ്പോൾ ജബല ബിൻ ഐഹം എന്ന് പറയുന്ന ഗോത്രത്തിലെ രാജാവാണ്. അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവന്ന് നിർത്തി ചോദിച്ചൊരു ചോദ്യമുണ്ട്. അള്ളാഹുവിന്റെ സവിധത്തിൽ വന്നിട്ടും നിനക്ക് നിന്റെ മനസ്സിലെ അഹങ്കാരത്തെ മാറ്റിവെക്കാൻ കഴിയില്ല അല്ലേ എന്ന് പറഞ്ഞ് ഈ കാപ്പിരിയായ മനുഷ്യരെ കൊണ്ട് തിരിച്ചടിപ്പിക്കുന്നത്. നമ്മൾ എന്ന് പറയുന്ന ഒരു ജ്ഞാനിസം എന്നത് ഞാനും നിങ്ങളുമൊക്കെ അറിഞ്ഞോ അറിയാതെയോ ചെറുതും വലുതുമായിട്ട് നമ്മുടെ മനസ്സിലുണ്ട്. അതിനെ ഇറക്കി വെക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ നമ്മുടെ ഇഹ്റാം എന്നത് പോലും സാർത്ഥകമായി മാറുകയുള്ളൂ. ഞാൻ അതിന്റെ ആത്മാവുകളിലേക്ക് വേറെ ഒന്നും കിടക്കുന്നില്ല. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട ഉംറയിലെ കാര്യം തവാഫാണ്. തവാഫ് കഅബയെ നമ്മുടെ ഇടതുവശത്താക്കിയിട്ട് ആന്റി ക്ലോക്ക് വൈസ് റേസിലുള്ള നമ്മുടെ 7 തവണയുള്ള കറക്കമാണ്. അപ്പോൾ ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ച ഉടനെ തന്നെ നമ്മൾ പറയുന്ന വാക്ക് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്നാണ്. അറബി ഭാഷയിൽ ലബ്ബൈക്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയാം? ഒരാൾ നമ്മളെ വിളിക്കുന്നത് വിചാരിക്കുക. നമ്മൾ കുട്ടികളെ പ്രസന്റ് വിളിക്കുമ്പോൾ പേര് വിളിച്ച പ്രസന്റ് അല്ലെങ്കിൽ ഹാജർ എന്നല്ല പറയാ. പക്ഷെ അറബിയിൽ
ആ പേര് വിളിക്കുമ്പോൾ തിരിച്ചു പറഞ്ഞത് ലബ്ബൈക്ക് എന്നാണ്. ലബ്ബൈക്ക് എന്നാണ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ച വിളിക്ക് നമ്മൾ ഇന്ന് ഉത്തരം പറയുക ലബ്ബൈക്ക് അല്ലാഹുമ്മ, അള്ളാഹുവേ ഞാൻ നിനക്ക് വിളി കേട്ടിരിക്കുന്നു. നീ എന്നെ കാബയിലേക്ക് വിളിച്ചു, ഞാൻ ഇതാ വിളി കേട്ടിരിക്കുന്നു. നീ എന്നെ സഫാ മർവയ്ക്കിടയിലേക്ക് വിളിച്ചു, ഞാൻ ഇതാ വിളി കേട്ടിരിക്കുന്നു എന്ന് പറയാം. ഈ തൊവാഫിനിടയിൽ ഈ തൽബിയത്തല്ല ചൊല്ലേണ്ടത്, അതൊക്കെ ഇവിടെ പറഞ്ഞു തരുന്നതാണ്. ആ തൊവാഫ് എന്ന് പറയുന്നത് ഒരു അനിർവചനീയമായിട്ടുള്ള ഒരു അനുഭൂതിയാണ്. നമുക്ക് എന്തൊക്കെ മനസ്സിലുണ്ടോ അത് മുഴുവനും ഇറക്കി വെക്കാൻ കഴിയണം, വിളിക്കാൻ കഴിയണം, പ്രാർത്ഥിക്കാൻ കഴിയണം. അങ്ങനെയുള്ള ഖുർആനോത്തും പ്രാർത്ഥനയും ദിക്റും സ്വലാത്തും ഒക്കെയായിട്ട് നമ്മളെ മറന്നിട്ടുള്ള ഒരു കറക്കമാണ് തവാഫ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മഖാം ഇബ്രാഹിമിൽ പോയി 2 റക്അത്ത് നമസ്കരിച്ച് അല്പം സംസം വെള്ളം കുടിച്ച് നേരെ പോകുന്നത് സഫാ മർവയ്ക്കിടയിലാണ്. സഫാ മർവ ഞാൻ വിശദീകരിക്കേണ്ടതില്ല, നിങ്ങൾക്കറിയാവുന്നതാണ്. പണ്ടെന്നോ ഒരിക്കൽ ഹാഗർ എന്ന് പറയുന്ന, നമ്മൾ ഹാജറാ ബീബി എന്ന് വിളിക്കുന്ന ഇബ്രാഹിം നബിയുടെ പത്നി തന്റെ കുഞ്ഞുമകന്റെ പൈതാഹമകറ്റാൻ വേണ്ടി ഓടിയ ഓട്ടത്തെ പ്രതീകാത്മകമായി നമ്മൾ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇഹ്റാമിലെ അല്ലെങ്കിൽ ഉംറയിലെ ചടങ്ങുകൾ ഇത്രയൊക്കെ ഉള്ളൂ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചെത്തുമ്പോൾ, അല്ലെങ്കിൽ ഈ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഒന്ന് മാറ്റിപ്പാടിയാൻ കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന ചോദ്യം നിങ്ങൾ സ്വന്തം ചോദിച്ചിട്ട് വേണം ജിദ്ദ എയർപോർട്ടിൽ നിന്ന് തിരിച്ച് നെടുമ്പാശ്ശേരിയിലേക്ക് കൊണ്ടുകയറാൻ. ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങൾക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല എങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ യാത്ര നിരർത്ഥകമായി മാറും. ആ ഒരു നഷ്ടം നമുക്കുണ്ടാവാതിരിക്കാനുള്ള ജാഗ്രത നിങ്ങൾക്കുണ്ടായിരിക്കണം. ഉംറ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിൽ ഒരു ഉംറയെ നിർവഹിച്ചിട്ടുണ്ട്. പലരും കൂടുതൽ നിർവഹിക്കാറുണ്ട്, അതിനൊക്കെ ന്യായങ്ങളുണ്ട്, അല്ലാതെയും ഒക്കെ അഭിപ്രായങ്ങളുണ്ട്. ഞാൻ അതിന്റെ കർമ്മശാസ്ത്രത്തിലേക്ക് ഒന്നും കിടക്കുന്നില്ല. അപ്പോ ഏറ്റവും മനസ്സും അതുപോലെ ശരീരവും അള്ളാഹുവിൽ, അവന്റെ ഭവനത്തിൽ, അവന്റെ പ്രവാചകൻ തന്റെ പ്രയത്നങ്ങൾ അല്ലെങ്കിൽ പ്രബോധന പ്രവർത്തനങ്ങൾ തുടങ്ങിയ ആ വിശുദ്ധ ഭൂമിയിൽ കുറച്ചു കാലം നിങ്ങൾ തളച്ചിടാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ഫോൺ ഉപയോഗം പോലും നിങ്ങൾ നിയന്ത്രിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് രണ്ടും എനിക്ക് ഓർമ്മ വരുന്നത്, പണ്ട് നമ്മുടെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു മാഷ് ഹജ്ജിന് പോയ ഉടനെ അദ്ദേഹം തന്റെ സുഹൃത്തായ അല്ലെങ്കിൽ കുടുംബക്കാരനായ ഒരാളെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞത്, എനിക്കിവിടെ പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇപ്പൊ നാട്ടിലേതുപോലെ അദ്ദേഹം കഅബയ്ക്കടിയിൽ തവാഫ് ചെയ്യുന്നതിന്റെ ഇടയിലാണ് വിളിക്കുന്നത്. ഇതിങ്ങനെ ഒരു കറക്കം പോലെ തോന്നുന്നുള്ളൂ, അല്ലാതെ എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇങ്ങനെയാവാൻ പാടില്ല. മാനസികമായി നമ്മൾ അള്ളാഹുവിനെ, അവന്റെ റസൂലിനെ, അതുപോലെ തന്നെ ആരാധന അനുഷ്ഠാനങ്ങളിൽ ധാരാളമായി നിർവഹിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് എത്തേണ്ടതുണ്ട്. പറയാനുള്ളതൊക്കെയും പറയാൻ കഴിയുന്ന ഒരു ഇടത്തേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ കഅബാലയത്തിന്റെ അടുത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ തന്നെ നമ്മളെ മറന്നു പോകും. കാരണം നമ്മളിപ്പോ കിബിലയിൽ നിന്ന് ഒരുപാട് അകലെയാണ്. നമ്മൾ നിസ്കരിക്കാൻ ഒരു സ്റ്റെപ്പ് നിൽക്കുന്നുണ്ടല്ലോ, ആ സ്റ്റെപ്പ് യഥാർത്ഥത്തിൽ കഅബാലയത്തിൽ നിന്ന് ഒരുപാട് അകലെയാണ്, കിബിലയിൽ നിന്ന്. ഇനി നമ്മൾ പോണത് എന്തിനാ? ഒരു 4-5 ദിവസം കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഒരു 10 ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. ആ ഒരു ആകാംക്ഷയോടുകൂടെ, പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടാനോടുകൂടെ ഈ കർമ്മങ്ങൾ നിർവഹിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്കുത്തരം ലഭിക്കുന്ന ഇടങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട്, സമയങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട്. നമ്മളെ മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ, ലോകത്തിലെ അവശത അനുഭവിക്കുന്ന, പീഡിപ്പിക്കപ്പെടുന്ന, അക്രമങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികളെ നിങ്ങളുടെ മനസ്സിൽ ഓർക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നിങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഏറ്റവും നല്ല രൂപത്തിൽ കർമ്മങ്ങൾ നിർവഹിക്കാൻ സഹായിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.